ജ്യൂസിൽ വിഷം കലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ. കടലക്കറിയിൽ വിഷം ചേർത്ത് അച്ഛൻ്റെ ജീവനെടുത്ത മയൂർനാഥ്. ഇവരുടെ ക്രൂരതകൾ കേട്ട് വിറങ്ങലിച്ചവരാണ് മലയാളികൾ. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു 12-കാരനെ കൊലപ്പെടുത്തിയത് ഐസ്ക്രീമിൽ വിഷം ചേർത്താണ്. മുഹമ്മദ് ഹസൻ റിഫായി എന്ന 12-കാരൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള ഐസ്ക്രീം കഴിച്ചത് വളരെ ആസ്വദിച്ചാണ്. എന്നാൽ സ്വന്തം അച്ഛൻ്റെ സഹോദരിയുടെ ദുഷ്ടമനസ്സവൻ തിരിച്ചറിഞ്ഞില്ല. മരണശേഷമാണ് കൊലപാതക വിവരം പുറത്തറിഞ്ഞത്. കോഴിക്കോട് അരിക്കുളത്ത് ഛർദിയെ തുടർന്ന് വിദ്യാർത്ഥി മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതൃ സഹോദരി താഹിറയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അരിക്കുളത്തെ കടയിൽ നിന്ന് വാങ്ങിയ ഫാമിലി പാക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്തത് താനാണെന്ന് ചോദ്യം ചെയ്യലിൽ താഹിറ സമ്മതിച്ചു. കുഞ്ഞിന്റെ മാതാവിനെ ലക്ഷ്യം വെച്ചായിരുന്നു താഹിറ ഐസ്ക്രീമിൽ വിഷം ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ അവർ വീട്ടിൽ ഇല്ലാത്തതിനെ തുടർന്ന് മകൻ ഇത് കഴിക്കുകയായിരുന്നു. അടുത്തടുത്ത വീടുകളിലാണ് രണ്ടു കുടുംബവും താമസിക്കുന്നത്. താഹിറ അരിക്കുളത്തെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഐസ്ക്രീം കഴിച്ചതിന് പിന്നാലെ കുഞ്ഞിന് ഛർദിയുണ്ടായതിനെ തുടർന്ന് വീടിന് സമീപം മുത്താമ്പിയിലെ ക്ലിനിക്കിലും മേപ്പയ്യൂരിലും ചികിത്സ തേടിയിരുന്നു. തിങ്കളാഴ്ച പുലർച്ചെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. ന്യൂസ് 18 കോഴിക്കോട്.